ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 32ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ ഈശോ പ്രവാചക ധീരതയോടുകൂടെ ജെറൂസലേം ദേവാലയത്തിലുണ്ടായിരുന്ന കച്ചവടക്കാരെയെല്ലാം ചാട്ടവാറുകൊണ്ട് അടിച്ചു പുറത്താക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ വ്യാപാര ഭവനമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട്, കച്ചവട സ്ഥലമാക്കിയിരുന്നു ചോദിച്ചുകൊണ്ട്, അവിടെ കച്ചവടം ചെയ്തിരുന്ന എല്ലാവരെയും, കാള, ആടുമാടുകൾ, പ്രാവ് എന്നിവയെല്ലാം കച്ചവടം ചെയ്തിരുന്ന എല്ലാവരെയും ചാട്ടവാറുകൊണ്ട് അടിച്ച് പുറത്താക്കുകയാണ്. ഇതിൽ പ്രത്യേകമായിട്ട് 2 ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ പോകുന്നത്. ഒന്ന്, സഭ. ദേവാലയം എന്ന് ഉദ്ദേശിക്കുമ്പോൾ സഭയാണ്. ഈ സഭ ബിസിനസ് മൈൻഡോടുകൂടെ സഭയിലുള്ള പ്രവർത്തനങ്ങൾ ഈശോ ഒരിക്കലും വെൽക്കം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈശോ അത് നിരുത്സാഹപ്പെടുത്തുകയാണ്. എന്താണ് സഭ? സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലിരുന്നു കൊണ്ട് വിണ്ണിൻ്റെ കഥകൾ പറഞ്ഞ് പിഞ്ചുകിടാങ്ങളെ രസിപ്പിക്കുന്ന ഒരു മുത്തശ്ശിയല്ല, മറിച്ച് മണ്ണിൽ മനുഷ്യജീവിതങ്ങൾ കൊണ്ട് വിണ്ണ് പണിയുന്ന ഒരമ്മയാണ്. ഞാൻ ആവർത്തിക്കുകയാണ്. സഭയെന്ന് പറഞ്ഞാൽ മണ്ണിലിരുന്നു കൊണ്ട് വിണ്ണിൻ്റെ കഥകൾ പറഞ്ഞ് പിഞ്ചുകിടാങ്ങളെ രസിപ്പിക്കുന്ന ഒരു മുത്തശ്ശിയല്ല, മറിച്ച് മണ്ണിൽ മനുഷ്യജീവിതങ്ങൾ കൊണ്ട് വിണ്ണ് പണിയുന്ന ഒരമ്മയാണ്. സഭ ഒരമ്മയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരും മിഷൻ ഞായർ ആഘോഷം നടത്തി. ഇപ്പോഴും ഇടവകളിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ബിരിയാണി ഫെസ്റ്റുകളും മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ഒരു കച്ചവട ശൈലി എന്ന് വേണമെങ്കിൽ വിമർശനം ഉയരാം. പക്ഷേ അതിനൊരു നല്ല ലക്ഷ്യമുണ്ട്. ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം അറിയാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ഭക്ഷണമില്ലാത്ത മനുഷ്യർക്ക് ഭക്ഷണം നൽകുക, ദൈവവചനം നൽകുക, സദ്വാർത്ത നൽകുക, അവർക്ക് ജീവിതം തന്നെ നൽകുക എന്ന വലിയൊരു ലക്ഷ്യം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയോഗം വിശുദ്ധമാണ്. എന്നാൽ സഭയിൽ നമ്മുടെ ഭക്തകർമ്മങ്ങളും ആചാരക്രമങ്ങളുമെല്ലാം വെറും ബിസിനസ് ശൈലിയിലേക്ക് താഴ്ന്നു പോകുമ്പോൾ ക്രിസ്തു നമുക്കെതിരായി ചാട്ടവാറെടുക്കും. 2ാമത്തെ ഒരു പോയിൻ്റ് ശരീരം എന്നതാണ്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തിന് യോജിച്ച വിധത്തിൽ ബിസിനസ് മൈൻഡില്ലാതെ പരിശുദ്ധമായി അത് കാത്തുസൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ശരീരത്തെ ബിസിനസ് ചരക്കാക്കി മാറ്റുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. ശരീരത്തെ കച്ചവട മനോഭാവത്തോടുകൂടെ പരിചരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് തിരിച്ചറിയാതെ അത് കച്ചവട ചരക്കാക്കി മാറുന്ന തിന്മയ്ക്കെതിരെ കർത്താവ് ഇന്ന് ചാട്ടവാറെടുക്കുകയാണ്. ആകയാൽ ഇന്നത്തെ സുവിശേഷ ഭാഗം വ്യക്തമായിട്ട് പറയുകയാണ്, എൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ആലയം പരിശുദ്ധമാണ്, നിങ്ങളത് കച്ചവട സ്ഥലമാക്കരുത്. ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വിരുദ്ധമായി ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന അഴിഞ്ഞാട്ടങ്ങൾ, ലിവിങ് ടുഗദർ എന്നതിൻ്റെ പേരിൽ ഒക്കെ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾ, സ്വവർഗഭോഗം, വിവാഹേതര ബന്ധങ്ങൾ ഒക്കെ വിവാഹത്തിൻ്റെ പവിത്രതയും അത് ദൈവം നൽകിയ കൂദാശയാണെന്ന ആ ഒരു ദർശനവും നഷ്ടപ്പെട്ട് എത്രയേറെ കത്തോലിക്കരായ മനുഷ്യർ ശരീരത്തോട് പാപം ചെയ്യുകയാണ്. ശരീരം കൊണ്ട് കച്ചവട മനസ്ഥിതിയോടെ ജീവിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ട മദർ എലീശയുടെ ജീവിതം. അവൾ വിവാഹിതയായി 1.5 വർഷത്തിനുള്ളിൽ അവളുടെ ഭർത്താവ് പത്തൊരു മൃതിയടയുകയാണ്. എന്നാൽ അതിൽ സങ്കടപ്പെട്ട് മറ്റു വിവാഹങ്ങൾക്ക് സാഹചര്യങ്ങളുണ്ടായിട്ടും, സാമ്പത്തിക സാഹചര്യങ്ങളുണ്ടായിട്ടും അതിനൊന്നും വഴങ്ങാതെ തൻ്റെ ശരീരം, തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി മാത്രമായി സമർപ്പിച്ചുകൊണ്ട് അവൾ കേരളത്തിലെ ആദ്യത്തെ സന്യാസിനിയായി. അവളുടെ മകൾ അന്നയും സഹോദരി ത്രേസിയും അടങ്ങുന്ന ആദ്യത്തെ കോൺഗ്രിഗേഷൻ അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഇന്ന് CTC കോൺഗ്രിഗേഷൻ എന്ന് അറിയപ്പെടുന്ന ലോകത്തിലെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന
ഈ കോൺഗ്രിഗേഷൻ, ഈ സഭ, അത് വാഴ്ത്തപ്പെട്ട ഏലീശോ പുണ്യവതിയുടെ തൻ്റെ വിശുദ്ധമായ ചില നിയോഗങ്ങളും സമർപ്പണത്തിൻ്റെ ഫലമായിട്ടാണ്. ആകയാൽ ഇന്നത്തെ സുവിശേഷത്തിൽ 2 ചിന്തകൾ കർത്താവ് നമ്മോട് പങ്കുവയ്ക്കുന്നു. ഒന്നാമത്, സഭ നമുക്ക് തോന്നിയതുപോലെ കച്ചവട മനസ്ഥിതിയിൽ വ്യാപരിക്കുവാനുള്ള ഒരു സ്ഥലമല്ല. മണ്ണിൽ മനുഷ്യജീവിതങ്ങൾ കൊണ്ട് വിണ്ണു പണിയുന്ന ഒരമ്മയാണ് സഭ. അതുകൊണ്ട് തന്നെ കച്ചവട മനസ്ഥിതിക്കാരെല്ലാം സഭയിൽ ഒറ്റപ്പെടും. ക്രിസ്തു അവർക്കെതിരായി ചാട്ടവാറെടുക്കും. രണ്ടാമത്, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അത് പവിത്രമായി സൂക്ഷിക്കേണ്ടതും ദൈവത്തിനുള്ള കാഴ്ചയായി നൽകേണ്ടതും നമ്മുടെ കടമയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.